ഇന്ന് ഉച്ചയ്ക്ക് 2:26 കോടതി വിധി പറഞ്ഞു. 4 മിനിറ്റിനകം ഗത്യന്തരമില്ലാതെ കോൺഗ്രസ് പാർട്ടിയും തങ്ങളുടെ നിലപാട് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് ഇതാ പുറത്തായിരിക്കും. അതിജീവിതയുടെ പരാതി മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തിയപ്പോൾ തന്നെ രാഹുലിനെ പുറത്താക്കണമെന്ന ആവശ്യം പാർട്ടിയിലെ വനിതാ നേതാക്കളടക്കം ഉയർത്തിയതാണ്. എന്നാൽ കാത്തിരിക്കാനാണ് അന്ന് നേതാക്കൾ പറഞ്ഞത്. ഇന്ന് ആ തീരുമാനം KPCC അധ്യക്ഷൻ തന്നെ പ്രഖ്യാപിച്ചു. നമുക്കതൊന്ന് കേൾക്കാം. രാഹുൽ മാക്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. AICCയുടെ അനുമതിയോടുകൂടി രാജിവെക്കുന്നതാണ് നല്ലത്. എല്ലാ നേതാക്കന്മാരുടെയും ഐക്യകണ്ഠേനയുള്ള യോജിച്ച തീരുമാനമാണ് ഇപ്പോഴത്തെ. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ടിക്കറ്റിലാണ് ജയിച്ചത്. ആ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ്. അത് രാജിവെക്കുകയോ രാജിവെക്കാതിരിക്കുകയോ എന്തുകൊണ്ട് ചെയ്യും. ഇനിയിപ്പോ ഇലക്ഷൻ 2-3 മാസമല്ല. എന്ത് തീരുമാനം എടുത്താലും നമുക്ക് യാതൊരു വിരോധമില്ല. അതൊക്കെ കഴിഞ്ഞല്ലേ. ഇനിയിപ്പോ MLA സ്ഥാനം കൈവച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അദ്ദേഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വയം അത് രാജിവെക്കുന്നുവെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും എന്ന് തന്നെയാണ്. ധാർമ്മികത ഉണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. ആ ചാപ്റ്റർ ഞങ്ങളെ സംബന്ധിച്ച് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി പുറത്താക്കപ്പെട്ട ആർക്ക് വേണ്ടിയും പാർട്ടിയിൽ വാദിക്കാൻ പാടില്ല. ഒരു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി എന്ന് പറയുമ്പോൾ MLA സ്ഥാനം ഒഴിഞ്ഞു പോകേണ്ടത് തന്നെയാണ്. ഇപ്പൊ ഇതിനകത്ത് ആ യുക്തി സഹജമായ തീരുമാനം എടുക്കേണ്ടതാണ്. പക്ഷെ ഇനിയിപ്പോ പാർട്ടിക്ക് പുറത്തുള്ള ആളിന്റെ കാര്യത്തെ സംബന്ധിച്ച് സംസാരിച്ച് സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. റോഷിപാൽ എത്തുന്നു നമുക്കൊപ്പം. റോഷിപാൽ, പാർട്ടി പുറത്താക്കിയിരിക്കുകയാണ്. ആദ്യം സസ്പെൻഷനായിരുന്നു, ഇപ്പോൾ ഇതാ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ തീരുമാനം ഇത്ര വൈകി? ആ ചോദ്യത്തിന് നേതാക്കൾക്കാർക്കും മറുപടി കാണുന്നില്ലല്ലോ റോഷിപാൽ. വൈകിയില്ലേ നടപടി? സുജയ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ കോൺഗ്രസ് നേതൃത്വം കടുത്ത സമ്മർദ്ദത്തിനൊടുവിലാണ് നടപടി എടുക്കുന്നത്. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറന്തള്ളുന്നത്. 2 യുവതികൾ അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ, അവരെ ബലാത്സംഗം ചെയ്തുവെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ച കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയത് 2 നാൾ മുമ്പാണ്. ആ പരാതി കൂടി പരിഗണിച്ചാണ് നടപടിയെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നു. നേരത്തെ ഓഗസ്റ്റ് 21 റിപ്പോർട്ടർ രാഹുൽ മാങ്കൂട്ടത്തിനെ കുരുക്കുന്ന പ്രധാനപ്പെട്ട ഒരു ശബ്ദരേഖയും തെളിവുകളും പുറത്തുവിട്ടത്. അതിനുശേഷം ഏതാണ്ട് 4 ദിവസമാണ് റിപ്പോർട്ടർ 2 യുവതികൾക്കുണ്ടായ ദുരനുഭവങ്ങൾ അത് ശബ്ദരേഖയായും ടെലിഗ്രാം വാട്സപ്പ് ചാറ്റുകളായും പുറത്തുവിട്ടത്. അന്ന് കോൺഗ്രസ് നേതൃത്വം പരാതിയില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പക്ഷേ ഏതാണ്ട് 2-3 മാസം കഴിഞ്ഞാണ് പോലീസിൽ പരാതി എത്തുന്നത്. പരാതി എത്തിയിട്ടും നടപടിയെടുക്കാതെ സംരക്ഷിക്കാൻ ഒരു ഭാഗം നേതാക്കൾ ശ്രമിച്ചു. പക്ഷേ മുതിർന്ന നേതാക്കൾ കടുത്ത നിലപാട് സ്വീകരിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പുകഞ്ഞ കൊള്ളിയെ പുറത്തേക്കെറിഞ്ഞു കോൺഗ്രസ് നേതൃത്വം. അത് പക്ഷേ ഗത്യന്തരമില്ലാതെയാണെന്ന് എതിരാളികൾ പറയുന്നുണ്ട്. സുജയ, ഓക്കെ, റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഒടുവിൽ ഷാഫി പറമ്പിലിനും തള്ളിപ്പറയേണ്ടി വന്നു ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. വ്യക്തിപരമായ സൗഹൃദമല്ല രാഹുലുമായി ഉണ്ടായിരുന്നതെന്ന് പിൻഗാമിയായി കൊണ്ടുനടന്ന ഷാഫി തന്നെ പറയുന്നതാണ് ഇന്ന് നമ്മൾ കേട്ടത്. വളർന്നുവരുന്ന യുവനേതാക്കളെ പിന്തുണയ്ക്കുന്നത് സ്വാഭാവികമാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ള പരാതികൾ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. ഒരു പരാതിയും വരുന്നതിന് മുമ്പേ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും സ്വീകരിക്കാത്ത തരത്തിലൊരു നിലപാട് കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. പാർട്ടി കൂട്ടായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. കോൺഗ്രസ് പാർട്ടി വഴി ഉണ്ടായ ബന്ധം തന്നെയാണ്, സൗഹൃദം തന്നെയാണ്. ഇങ്ങനെ ഇത്ര ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള പരാതികൾ, നടപടിക്ക് വേണ്ടിയുള്ള പരാതികളും ഞങ്ങളുടെ വഴിക്ക് വന്നിട്ടില്ല. എനിക്ക് പരാതികളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, പരാതികളായി ഇങ്ങനൊരു ക്രിമിനൽ ഒഫൻസീവ് സ്വഭാവമുള്ള പരാതികളായി രേഖാമൂലം KPCCക്കോ ഞങ്ങൾക്കോ സ്പെസിഫിക് ആയിട്ടുള്ള പരാതികൾ ആയിട്ട്, കംപ്ലൈന്റ് ആയിട്ട് അത്തരം കാര്യങ്ങൾ ഉയർത്തപ്പെട്ടിരുന്നില്ല. ദീപക് മലയമ്മയാണ് നമുക്കൊപ്പം ചേരുന്നത്. ദീപക് മലയമ്മ, ഷാഫി പറമ്പിൽ ഇന്ന് തള്ളി പറയുന്നുണ്ട്. പക്ഷേ ഷാഫിയോട് പറഞ്ഞ പലരും, ഷഹനാസ് അടക്കം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും പരാതിയില്ല എന്ന് പറയാൻ തയ്യാറാകുന്നില്ല. അറിയാമായിരുന്നു ഷാഫിക്ക് എന്നുള്ളത് വ്യക്തമല്ലേ വാക്കുകൾക്കിടയിലൂടെ നോക്കുമ്പോൾ? സുജയ, ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ പ്രതികരണങ്ങളും ഇന്ന് നടത്തിയ പ്രതികരണവും എടുത്ത് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്. പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയാൻ ഒരു ഘട്ടത്തിലും ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം വരെ മുതിർന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഷാഫിയെ കൊണ്ടുവരാൻ താൻ ഉൾപ്പെടെ ശ്രമിച്ചിട്ടുണ്ട് എന്നതടക്കം പൊതുബോധത്തിലേക്ക് ഷാഫി പറഞ്ഞു വെക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടി തന്നെ പുറത്താക്കി ഒരു റിലീസ് ഇറക്കിയതിന് പിന്നാലെ മാധ്യമങ്ങളെ കാണുമ്പോൾ ഷാഫി പറമ്പിൽ പറയുന്നത് ഒരർത്ഥത്തിലും വ്യക്തിപരമായി ആരിലേക്കും താൻ ചൂഴ്ന്നിറങ്ങിയിട്ടില്ല എന്നുള്ള നിലപാടാണ്. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മികവിനുള്ള
പിന്തുണയായിരുന്നു. അതിനപ്പുറത്ത് വ്യക്തിപരമായ ഒരു പിന്തുണയും നൽകിയിട്ടില്ല എന്നുള്ള നിലപാട് കൂടി ഷാഫി സ്വീകരിക്കുകയും ചെയ്യുന്നു. അത് നമ്മൾ വായിച്ചെടുക്കേണ്ടത് കൃത്യമായി നേരത്തെ ഉയരുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങളെ അദ്ദേഹം തള്ളുകയാണ്. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ പൂർണ്ണമായും തള്ളുന്ന സമീപനമായി കാണാനും കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും രാഹുലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ പാർട്ടിക്കൊപ്പമാണ്, പാർട്ടി എടുത്ത നിലപാടിനോടൊപ്പമാണ് എന്ന് പറഞ്ഞ് പ്രതികരണം അവസാനിപ്പിക്കുന്നതാണ് കാണാനും കഴിയുന്നത്. ഓക്കെ, താങ്ക് യു ദീപക് മലയമ്മ.